പകർച്ചവ്യാധികൾ പടരുന്ന കാലത്ത് അതിനാക്കം കൂട്ടുന്ന രീതിയിൽ മാലിന്യ കേന്ദ്രങ്ങളായി തന്നെ തുടരുകയാണ് ആലപ്പുഴ നഗരത്തിലെ കനാലുകൾ. ജില്ലാ കേന്ദ്രത്തിലായിട്ടും ഇപ്പോഴത്തെ മാലിന്യ നിർമ്മാർജ്ജന പരിപാടികളിലൊന്നും ആലപ്പുഴയിലെ കനാലുകൾ ഉൾപ്പെട്ടിട്ടില്ല. മലിനജലം കെട്ടിക്കിടക്കുന്നതിനും കൊതുകുകൾ പെരുകുന്നതിനും മാത്രമുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇവ. ആലപ്പുഴയിൽ നഗരഹൃദയത്തിലെ ഏത് കനാലിന്റെ തീരത്ത് പോയി നിന്നാലും ഇപ്പോൾ ഇതാണ് അവസ്ഥ. ദുർഗന്ധം മൂലം ഏറെ നേരമൊന്നും ഈ കനാലുകളുടെ തീരത്ത് നിൽക്കാനാവില്ലെന്നത് വേറെ കാര്യം. എല്ലാ കനാലുകളിലും നാട്ടുകാരും വിനോദസഞ്ചാരികളും എല്ലാം കൊണ്ടുവന്നിട്ട മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. പനി പടർന്നപ്പോഴെങ്കിലും മറ്റെല്ലാ സ്ഥലത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ തകൃതിയായി ആരംഭിച്ചുവെങ്കിൽ ആലപ്പുഴയിലെ കനാലുകൾ വൃത്തിയാക്കാൻ ഇപ്പോഴും ആരും ചെറുവിരൽ അനക്കിയിട്ടില്ല. നഗരസഭ ആസ്ഥാനത്തിന് തൊട്ടുമുമ്പിലെ കനാലിൽ പോലും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. കനാൽ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് അവ വൃത്തിയാക്കേണ്ടതെന്നും അവർ അത് ചെയ്യുന്നില്ലെന്നുമാണ് നഗരസഭ വിശദീകരണം. അത് കനാൽ മാനവിൻ്റെ ഒട്ടനവധി പ്രാവശ്യം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ ലെറ്റർ കൊടുത്തു. സാർ ഇതൊരു അടിയന്തരമായിട്ട് മീറ്റിംഗ് വിളിക്കണം. ഈ കനാൽ മാനവിന് എന്താ ചെയ്യുന്നത്? പല മരങ്ങൾ വീണിട്ട് ചില പ്ലാസ്റ്റിക്കുകളും കാണികളൊക്കെ അടച്ചു നടന്നിട്ട് പോലും മരം പോലും വെട്ടി വീഴ്ത്താൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. പല DDC മീറ്റിങ്ങിൽ ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ അടിയന്തരമായിട്ട് കനാൽ മാനവി മീറ്റ് വിളിക്കണം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആവശ്യപ്പെടുവാണ് കനാൽ മാനവിന് മീറ്റ് വിളിക്കാൻ. ഇതുവരെ മീറ്റ് വിളിക്കുന്നില്ല. കനാൽ മാനവിൻ്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയാണ്. ടൂറിസം മന്ത്രി അധ്യക്ഷനായ കനാൽ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കനാൽ സംരക്ഷണത്തിന് പ്രത്യേക ഫണ്ടും തൊഴിലാളികളും ഉള്ളപ്പോൾ അതേ കാര്യത്തിന് നഗരസഭ പണം ചെലവഴിച്ചാൽ ഓഡിറ്റിംഗിലും കോടതിയിലും ചോദ്യം ചെയ്യപ്പെടുമെന്നും നഗരസഭാ അധികൃതർ പറയുന്നു. ക്യാമറ പേഴ്സൺ മാഹിൻ ജാഫറിനൊപ്പം TK ഹരീഷ്, മീഡിയ 1, ആലപ്പുഴ.